ഹലോ ഗൈസ്, ഞാൻ ശ്രീരാജ്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് USB കേബിളിനെ കുറിച്ചാണ്. അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് USB കേബിൾ, അതും പല റേഞ്ചിലുള്ളത്, പല എമൗണ്ടിലുള്ളത്, പല ക്വാളിറ്റിയിലുള്ളത്, അത്രയിലെ പല തരത്തിലുള്ള USB കേബിളുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 4 USB കേബിളുകൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത്. ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു USB കേബിളാണിത്. ഒരു 60 രൂപ 50 രൂപ ആ റേഞ്ചിലൊക്കെ മാത്രം വാങ്ങിക്കാൻ കിട്ടുന്ന, നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു USB കേബിളാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു പ്രീമിയം ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു 150 രൂപ 100 രൂപയ്ക്കകത്തൊക്കെ 100 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു USB കേബിൾ, അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു USB കേബിളും അത്യാവശ്യം ആൾക്കാരൊക്കെ തിരഞ്ഞെടുക്കാൻ പാകത്തിനുള്ള ഒരു USB കേബിളുമാണ് അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത്. ഈ USB കേബിളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും, 20 വാട്ട്സ് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു USB കേബിളുമാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫാസ്റ്റ് ചാർജിങ് USB കേബിളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഇത് വരുന്നത്. ഒരു 100-300 രൂപയ്ക്കകത്തൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു USB കേബിളാണ് ഈ USB കേബിൾ വരുന്നത്. പിന്നെ ദ ലാസ്റ്റ് വൺ, അത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു USB കേബിൾ തന്നെ വേണം, അത്യാവശ്യം കമ്പനി സാധനം തന്നെ വേണം, അത്യാവശ്യം കണക്ടിവിറ്റി ഒക്കെ ഉള്ളത് വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള അടുത്ത USB കേബിൾ സെബ്രോണിക്സിന്റെ കമ്പനി USB കേബിൾ വരുന്നത്. വിത്ത് വാറണ്ടി ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഇത് വരുന്ന USB കേബിളാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. കാരണം നമുക്ക് ഇതിന്റെ എമൗണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു USB കേബിൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു മിനിമം റേഞ്ചിൽ നിൽക്കുന്ന ഒരു USB കേബിൾ എന്ന് നോക്കിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് USB കേബിൾ എന്ന് നോക്കി മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും USB കേബിൾ വാങ്ങിക്കുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ഏറ്റവും ലോ റേഞ്ചിലുള്ള ഒരു USB കേബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ആവും വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ കണക്ടിവിറ്റി സ്പീഡും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. ഇത് നമുക്ക് ഒരു സിസ്റ്റമായിട്ട് വല്ലതും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഫയൽ ട്രാൻസ്ഫർ ഓപ്ഷൻ ഇതിനകത്ത് കാണില്ല. ജസ്റ്റ് ചാർജിങ് മാത്രമായിരിക്കും ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതും വളരെ സ്ലോ ചാർജിങ്ങിലുള്ള ചെറിയ ടൈപ്പ് ഫോണുകൾക്കോ അല്ലെ ചെറിയ ടൈപ്പ് എന്തെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കറുകളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെറിയ ടൈപ്പ് ഐറ്റംസിന് മാത്രമുള്ള കണക്ടിവിറ്റിക്ക് മാത്രമുള്ളതായിരിക്കും ഈ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള USB കേബിൾ വരുന്നത്. അപ്പം കഴിവതും ആൾക്കാർ ഈ തീരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള USB കേബിൾ തിരഞ്ഞെടുക്കാതിരിക്കുക. പിന്നെ നമുക്ക് വരുന്ന സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുമാണ്, ഒരു മീഡിയം റേഞ്ചിലുള്ളതാണ്, അത്യാവശ്യം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് 20 വാട്ട്സ് വരെയൊക്കെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, എന്നാൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു USB കേബിളുമാണ്. അപ്പം നമുക്ക് വിശ്വസിച്ച് തന്നെ ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫയൽ ട്രാൻസ്ഫറിങ് ഒരു റേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രീമിയം സെഗ്മെന്റിലുള്ളതിനെക്കാട്ടിലും അപേക്ഷിച്ച് കുറവായിരിക്കും. എന്നാൽ സിസ്റ്റവും കമ്പ്യൂട്ടറും എല്ലാം സപ്പോർട്ട് ചെയ്യും, എന്നാൽ പോലും ഒരു ട്രാൻസ്ഫറിങ് ഫയലിന്റെ ഒരു ഇത് റേഷ്യോ വളരെയധികം കുറവായിരിക്കും. കണക്ടിവിറ്റി സ്പീഡും വളരെ കുറവായിരിക്കും. ഇനി നമ്മുടെ പ്രീമിയം സെഗ്മെന്റിലെ 2 USB കേബിളുകളാണ്. അത് അത്യാവശ്യം നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫറിങ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. അതുപോലെ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി സ്പീഡ് കാണും, ഫാസ്റ്റ് ചാർജിങ് ആണ്, വിത്ത് വാറണ്ടിയും കാണും. അപ്പം നമ്മുടെ ഫോണിനായാലും ഡാമേജും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ പ്രീമിയം സെഗ്മെന്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചാർജർ വാങ്ങിക്കുന്ന റേറ്റോളം വരും ഒരു USB കേബിൾ മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഒരു ലോക്കൽ ചാർജർ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്ന് വെച്ചാൽ ഒരു 2 ചാർജർ ലോക്കൽ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് ആവുന്നുണ്ട് ഒരു പ്രീമിയം സെഗ്മെന്റിലെ ഒരു USB കേബിൾ വാങ്ങിക്കുമ്പോഴത്തേക്ക്. അപ്പൊ തന്നെ ഒരു ലോ ബഡ്ജറ്റിൽ ഒരിക്കലും നോക്കുന്ന ഒരാൾ ഒരിക്കലും അത് ചൂസ് ചെയ്യത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഫോൺ ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടുന്നത് എപ്പോഴും പ്രീമിയം സെഗ്മെന്റിലെ അല്ലെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള കേബിളുകൾ മാത്രമായിരിക്കണം. ഒരിക്കലും പോയിട്ട് ലോ സ്പീഡ് ചാർജിങ് ആയിട്ടുള്ള USB കേബിളുകൾ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററുകളിലോ അല്ലെ ഫോണുകളിലോ യൂസ് ചെയ്യരുത് നിങ്ങൾ. അത് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയെ നല്ലപോലെ ഡാമേജ് ആക്കും, അതുപോലെ അഡാപ്റ്ററിനെ നല്ലപോലെ ഡാമേജ് ആക്കും. അതുകൊണ്ട് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്നത്
അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു 20 വാട്ട്സ് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ്ങിന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നു ഈ ഒരു USB കേബിൾ. അത്യാവശ്യം നല്ല കണക്ടിവിറ്റി സ്പീഡും കിട്ടും. 20 വാട്ട്സ് വരെയുള്ള മൊബൈലുകൾക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു USB കേബിൾ തന്നെ ആയിരിക്കും ഇത്. പിന്നെ അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബ്രോണിക്സിന്റെ ഈ ഒരു USB കേബിൾ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. UT65 എന്നാണ് ഇതിന്റെ മോഡൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ഫയൽ ട്രാൻസ്ഫറിങ് റേഷ്യോയും കണക്ടിവിറ്റി സ്പീഡും എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു USB കേബിൾ തന്നെയാണ്. വിത്ത് വാറണ്ടിയിൽ നിങ്ങൾക്ക് കിട്ടും. USB കേബിൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ കിട്ടത്തില്ല, അല്ലാതുള്ള എല്ലാ ഇതുകൾക്കും കമ്പനി തന്നെ ഡാമേജ് മാറി തരുകയും ചെയ്യും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു USB കേബിൾ തന്നെയാണ്. പക്ഷേ ഇതിന് കമ്പനി സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് ചീപ്പ് റേറ്റിൽ ഇത് ഒരു കാരണവശാലും കിട്ടത്തില്ല. അതും ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ചും പറയുന്നു. കാരണം അത്യാവശ്യം നിൽക്കുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം എപ്പോഴും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് USB കേബിൾ വാങ്ങിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പം നിങ്ങളുടെ ഫോണിനെ എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.